ഒരു 4-5 മാസത്തെ സാലറി കൊടുക്കാറുണ്ട് സ്റ്റാഫിന്. അതിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളുടെയും പേരിൽ അവരിവിടെ ഈ സ്ഥാപനത്തിൻ്റെ മതിലിന് പുറത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ചുമതലയിലേക്ക് വരുന്നത്. അടുത്തത് KFC ജപ്തിക്ക് നോട്ടീസ് ഇട്ട് ഞങ്ങളൊരു പ്രസ് മേടിച്ചു. അതിൻ്റെ റീഫണ്ട് മുടങ്ങിയിട്ട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഈ നോട്ടീസുമായിട്ട് ഫാദറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫാദർ പറഞ്ഞു, ഇപ്പോൾ നീയാണ് അതിൻ്റെ ഉടമ, ഇനി ഇപ്പം കൂട്ട് പേപ്പറൊന്നുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, നിനക്ക് ചുമതല തന്നിരിക്കുന്നു, ബാധ്യതകളുടെ പ്രസ്ഥാനം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്താ ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഈ 24-25 വയസ്സേ ഉള്ളൂ. മീൻസ് ലോകയാത്രകളൊക്കെ തുടങ്ങി നമ്മളിങ്ങനെ പിച്ച വെക്കുക, നമ്മളിങ്ങനെ നമ്മുടെ ക്രൈസിസിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുക. അപ്പോഴാണ് ഈ പ്രശ്നം കൂടെ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലേബർ ഇന്ത്യയെ എൻ്റെ ഒരു ഡ്രീമിലേക്ക് മാറ്റിയാൽ ഇത് ഫീസിബിളാക്കാം, വിജയമാക്കാം. അത് അന്ന് ഏതാണ്ട് 1.25 ലക്ഷം കോപ്പി വിൽക്കുന്നുണ്ട് ആ സമയത്തും. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഹോംവർക്ക് ചെയ്തു. അവസാനം ഇവർ വിളിപ്പിച്ചു, കോട്ടയം KFC തന്നെ വിളിപ്പിക്കുകയാണ്. KFCയിലേക്ക് വരൂ, ഈ കുടിശ്ശിക അടയ്ക്കണം, ജപ്തി നടപടികളാണ്. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വരാൻ പറഞ്ഞു. ഞങ്ങളുടെ റീജിയണൽ മാനേജർ വരുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം നമ്മളൊരു പയ്യനാണ്. ഞാൻ എൻ്റെ ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടായിരുന്നു, ജോർജിനെയും കൂട്ടി ഞാൻ KFC ചെല്ലുന്നു. അപ്പം പെരുമാൾ സാറാണ് റീജിയണൽ മാനേജർ. ഇതുവരെ ഒന്നും പേരെനിക്ക് മറക്കാൻ പറ്റാത്തതിന് കാരണങ്ങളുണ്ട്. പെരുമാൾ സാറ് കുറേ ഇങ്ങനെ കുടിശ്ശികക്കാരെ ഇങ്ങനെ 1 by 1 ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ജപ്തിക്കാരെ കുടിശ്ശികയല്ല, ജപ്തി ചെയ്യാൻ നോട്ടീസ് അയച്ചവരെ എല്ലാം വിളിച്ച് എങ്ങനെയും സെറ്റിൽ ചെയ്യിക്കാൻ നോക്കുക അവർ. അവസാനം ഞാൻ കയറി ചെല്ലുന്നു. അപ്പം ലേബറിൻ്റെ ആളാന്ന് പറഞ്ഞു. അപ്പോൾ പെരുമാൾ സാറിൻ്റെ മുഖം തെളിഞ്ഞു. എൻ്റെ മോൾ 9ാം ക്ലാസ്സിൽ അവൾ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു.